السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മ വ ഉമ്മുഹു ആമീനത്തു സുഹ്രിയ അർലാഅഹു ഹാലിമത്തു സഅദിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത പെണ്ണുങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത കുറേ പെണ്ണുങ്ങളെ ಬಗ್ಗೆ ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലായുടെ അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹകൾ വിശദീകരിക്കണമെങ്കിൽ കിതാബ്, കുറേ പാർട്ടുള്ള കിതാബ്. ಅದರ വ്യാഖ്യാനം ഷർഹുൽ അല്ലാമ അസ്സുർഖാനി റഹിമഹുല്ല, ಅದರ ഒന്നാമത്തെ ഭാഗം 258 പേജിൽ ദിക്റു റളാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒമാമഅഹു. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുല കൊടുത്ത പെണ്ണുങ്ങളെ ಬಗ್ಗೆ വിശദീകരിക്കുമ്പോൾ അവിടെ രണ്ടാളെ പേരാണ് ചൊല്ലുന്നത്. ഒന്ന് സുവൈബ അൽ അസ്ലമിയ, അബൂലഹബ് മോചിപ്പിച്ചെങ്കത്തെ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനിച്ച സന്തോഷ വാർത്ത ചെന്നപ്പ അത് കാരണമായി നരകത്തിൽ അയാൾക്ക് തിങ്കളാസ രണ്ട് അയാളുടെ ബെർലിയുടെ ഇടയിൽ തണ്ണി വണ്ട് ചൊന്നത് ചരിത്രം നമുക്കൊന്നുണ്ട്. അതും ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലയോട് വിശദീകരിക്കും. പിന്നെ ചൊന്നത് ബഹുമാനപ്പെട്ട ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ ബഗ്ഗയാണ്. അവിടെ ഇമാം സുർഖാനി റഹിമഹുല്ല വേറെ ആൾമാരെ പേര് ചൊല്ലു. ഒന്ന് അർളഅതുഹു ഉമ്മുഹു, തൻ്റെ ഉമ്മ ഒലിമ്പൂന്നാൾ മുല കൊടുത്തുണ്ടാണ്, അങ്ങനെ അഭിപ്രായമുണ്ട്. പിന്നെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പ്രധാനപ്പെട്ടും മുല കൊടുത്ത മഹദിമാരാണ്. പിന്നെ ചൊന്നത് സുവൈബത്തുൽ അസ്ലമിയയാണ്. പിന്നെ ബനു സഅദിൽപ്പെട്ട വേറെ ഒരു പെണ്ണ് ഹലീമ റളിയല്ലാഹു അൻഹയുടെ മുട്ടമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്കുമ്പ അയിമയുടെ പേര് ഖൗല സഅദിയ, അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമിയ, ഹലീമത്തു സഅദിയ, ഈ ചൊന്ന ഖൗല സഅദിയ. പിന്നെ ഉമ്മു ഐമൻ ബറക്ക, ആ മഹദിയായ പെണ്ണുങ്ങ. ഉമ്മു ഫർവാൻ ചൊല്ല പെണ്ണിയുടെ പേര് ചൊല്ലു. ബനു സുലൈമിൽപ്പെട്ട 3 പെണ്ണുങ്ങളെ പേര് അവിടെ ചൊല്ലു. പിന്നൊന്ന് ആത്തിക്ക ബിന്തു ഹിലാൽ ചൊല്ല പെണ്ണുങ്ങ, ആത്തിക്ക ബിന്തു ലൗക്കസ്, ഇങ്ങനെ ചില പെണ്ണുങ്ങളെല്ലാം വിശദീകരിക്കപ്പെടും. അപ്പം ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുക്കൂ സൗഭാഗ്യം കിട്ടിയ മഹദിമാർ. അതിൽ പ്രധാനിയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. കൂടുതൽ കാലം മുല കൊടുത്തു. കൂടെ അതാണ് എണ്ണിച്ചൊന്നുകൊണ്ടുള്ള വ ഉമ്മുഹു ആമീനത്തു സുഹ്രിയ അർളഅഹു ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ മുല കൊടുത്തു. മൗലീദുഹു ബി മക്കത്തൽ ആമീന വഫാത്തുഹു ബി തൈബത്തൽ മദീന. മൗലിദുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനം ബി മക്കത്തൽ അമീന, അൽ അമീന ആയങ്കത്ത മക്കത്താണ്, നിർഭയമാണ്. അവിടെ ആൾമാർക്ക് നിർഭയമാണ്. പണ്ടും ഇസ്ലാമിലും നിർഭയമാണ്. അത് ആമിനായ നിർഭയമുള്ള ഹറമാണ്. അവിടെ കൊല പാടില്ല, അക്രമം പാടില്ല, വേട്ടയാടവ് തീറ, അവിടെ മരങ്ങൾ പുല്ലുകൾ മുറിച്ചെടുക്കാൻ പാടില്ല, ഇങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അൽ അമീനായതാണ് മക്ക. മൗലിദുഹു അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനം ബി മക്കത്തൽ അമീന, മക്കത്താണ്. വഫാത്തുഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് ബി ത്വയ്ബ, ത്വയ്ബത്താണ്, ഏറ്റവും നല്ല നാട്. ഇസ്മുൻ മിൻ അസ്മാഇൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തൊരു പേരാണത്. അൽ മദീന അതായത് മദീനത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് അവിടെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 2 സുബഹി സമയത്താണ് ആനയുദ്ധം കഴിഞ്ഞിട്ട് 54 പിന്നെ ജനിക്കടെ, അഥവാ ക്രിസ്തശക 571 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കട അവിടെയാണ്. അങ്ങനെ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്രിസ്തശക 571, പിന്നെ ഏപ്രിൽ 20. വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഒരു ളുഹാ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത്. അപ്പോൾ ളുഹാ സമയം വളരെ ശക്തമാവുടെങ്കെത്ത ടൈമിലാണ്. എൻ്റെ സവാലി യൗമിൽ ഇസ്നൈനിൻ്റെ ചൊല്ലെ ളുഹാ സമയത്തിണ്ടാണ് ചൊല്ലെ, അഥവാ ളുഹ ഇൻദഷ്തിദാദി അൽ ളുഹ, ളുഹ വളരെ ചൂട് ശക്തമാവുടെങ്കെത്ത നേരത്ത്. അപ്പോൾ ഇവിടെ ചെന്ന യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ചയാണ്, അഥവാ ക്രിസ്തശക 632 ജൂൺ 8 ഹിജ്റ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച 2 മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് അവിടെ. അതമ്മ ഖബ്ലൽ വഹി 40 വഉംറുഹു ഖദ് ജാവസ 60. അതമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഖബ്ലൽ വഹി, വഹീഗ് മുന്നുൽ 40 40 വർഷം പൂർത്തിയാക്കിയിട്ട്
വഉംറുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയുസ് ഖദ് ജാവസ സിത്തീന അത് 60 വിട്ട് കടന്ന് അഥവാ 63 വർഷമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചന്ദ്രമാന വർഷപ്രകാരം 63 സൂര്യമാന വർഷപ്രകാരം 61 വർഷം 48 നാളാണ്. ഇനി ഔലാദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ വകയാണ് ചെന്നോണ്ടുള്ളത്. ഔലാദു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സാദാത്ത് സയ്യിദന്മാർ നേതാക്കന്മാർ ഞങ്ങളെ കണക്ക് ഞങ്ങളെ തർത്തീബ് അതാണ് ഇവിടെ വിശദീകരിക്കടെ 7 ആൾമാരാണ്. 3 ആൺമക്ക 4 പെൺമക്ക. ആൺമക്ക ഖാസിം അബ്ദുല്ലാഹ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹും, പെൺമക്ക സൈനബ് റുഖയ്യ ഫാത്തിമ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെല്ലാം ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചൊല്ല കിടാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമപ്പെണ്ണ് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാടെ മുട്ടത്തെയാണ്. അപ്പോൾ ജനനപ്രകാരം മങ്ങളെ തർത്തീബ് ആദ്യം ഖാസിം, പിന്നെ സൈനബ്, പിന്നെ റുഖയ്യ, പിന്നെ ഫാത്തിമ, പിന്നെ ഉമ്മു കുൽസൂം, പിന്നെ അബ്ദുല്ലാഹ്, പിന്നെ ഇബ്രാഹിം ലാസ്റ്റത്തെ കിടാവ് റളിയല്ലാഹു അൻഹും അജ്മഈൻ വറളിയ അന്നാ ബിബറകതിഹിം ആമീൻ. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്രാഹിം ചൊല്ല 2 കിടാവല്ലാത്ത ബാക്കി മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നുബുവത്ത് മുന്നോൾ മക്കത്ത് ആണ് ഞങ്ങളെ ജനനം. അബ്ദുല്ലാഹ് മക്കത്താണ് ജനിക്കടെ നുബുവത്തിൽ, പിന്നെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഹിജ്റത്തിൽ പിന്നെ മദീനത്താണ് ജനിക്കടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആൺമക്കളെല്ലാം ചെറുതിലാണ് വഫാത്താവുടെ. പെൺമക്ക എല്ലാം പ്രായപൂർത്തിയാവുടു മുസ്ലിമാവുടാറ് ഹിജ്റ പോണ്ടാറ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തുക്ക് മുന്നലേ വഫാത്താവുടാറ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ ആ മഹദി മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് വഫാത്താവുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താവുമ്പോൾ ഞാൻ ഈ രോഗത്തിൽ വഫാത്താവുടാൻ ചെന്നപ്പോൾ ബുൾപൊട്ടുത്തു. പിന്നൊർക്ക ചിരിക്കിട് എന്താണത്? നണ്ടൽ പിന്നെ ആദ്യമായി നണ്ടൊട്ടിക നിങ്ങൾ ചേറാറ് അപ്പ സന്തോഷായിത്ത്. അങ്ങനെയാണ്. ഇനി അതാണ് വിശദീകരിക്കട്. വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബ് റുഖയ്യ ഫാത്തിമ യാ ഫാഹിമു. ഇവിടെ എണ്ണത്തിലെല്ലാം കുറേ വ്യത്യാസങ്ങൾ കണ്ട്. മലബാരിയായ നുസ്ഖത്തിൽ 3 ബൈത്താണ്, അല്ലാത്തതിൽ 7 ബൈത്തുണ്ട്. വസബഅത്തുൻ ഔലാദുഹും ഖാസിമു സൈനബ് റുഖയ്യ ഫാത്തിമ യാ ഫാഹിമു വഉമ്മു കുൽസൂമിൻ വഅബ്ദുല്ലാഹി മിൻ ഖദീജത്തൽ കുബ്റാ ബിതർതീബിൻ സുകിൻ അതാഹു ഇബ്രാഹിമു മിൻ സുർരിയ ഫഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ്യ. ഇത് മലബാരിയായ നുസ്ഖത്തിലുള്ളതാണ്. നേരത്തെ ചൊന്ന അറബി അസ്ലിയായ കോപ്പിൽ അത് കണ്ടില്ലേ, ഇതിൽ 3ആണ്. അസ്ലിയായ കോപ്പിൽ ബാക്കി പിന്നെ 3, 4, 7 ബൈത്ത് ചൊല്ലു. അത് മലബാരിയായ കോപ്പിലും കണ്ടില്ലേ. അപ്പം എല്ലാം വിശദീകരിക്കരുത്. വസബഅത്തുൻ 7 മക്കാണ് ഔലാദു 7ആണ് ഔലാദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക 7ആണ്. അതാരാണ്? ഒന്ന് ഖാസിം റളിയല്ലാഹു അൻഹു ആണ്. ഖാസിം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞത്ത് ഉപനാമ അങ്ങനെയാണ്, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യത്തെ കിടാവാണ്, ആദ്യം വഫാത്തായത് അതേ കിടാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തുക്ക് മുന്നോളാണ് ജനനം. ചെറുത് 2 വർഷം ഇരിക്കുമ്പോഴാണ് വഫാത്ത്. സൈനബ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ് റളിയല്ലാഹു അൻഹ, പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹയാണ് ജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺമക്കളെ കൂട്ടത്തിൽ വലിയ പെണ്ണാണ് സൈനബ് റളിയല്ലാഹു അൻഹ. പിന്നെ ഉലിദത് ഫി 30 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 30ാമത്തെ വർഷത്തിലാണ് ഐമ ജനിക്കടെ. ഇസ്ലാം എത്തിക്കിട്, ഇസ്ലാം കൊണ്ട് ഹിജ്റ പോണ്ടു. ആദ്യം അബൂലഹബിടെ മോനു അബുൽ ആസ് ബിൻ റബി പിന്നെ ആണ് മങ്ങിലാവുടെ. വഹുവ ഖാലത്തിഹ ഹാല ബിൻത് ഖുവൈലിദ്. അബൂലഹബിടെ മോനല്ല, അത് വേറെ. ഇവിടെ അബുൽ ആസ് ബിൻ റബി സൈനബ് റളിയല്ലാഹു അൻഹയുടെ ചരിത്രം വളരെ അത്ഭുതകരമാണ്. അബുൽ ആസിന്റെ സംഭവവും സുബ്ഹാനല്ലാഹ്. പിന്നെ അബുൽ ആസിനെ മോചിപ്പിക്കുവാനായിട്ട് സൈനബ് റളിയല്ലാഹു അൻഹ മാല കൊടുത്ത് കടത്തിയതും നോക്കുമ്പോൾ അത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരച്ചൽ വന്നതും ഓർമ്മകൾ പണ്ടത്തതെല്ലാം വന്ന അത്ഭുതകരമായ സംഭവമാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ. അതെന്തും ഞാനിപ്പോൾ വിശദീകരിക്കല്ലേ. പ്രവാദി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പത്നി മക്കളും ചെന്നിട്ട് ഒരു 33 ബറഹ ഒരു ബുക്ക് അൽഹംദുലില്ലാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭാര്യ മക്കളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഹ്രസ്വ വിവരണ അതിലെല്ലാം ഇത് വിശദീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കൂടെ സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസ് ബിൻ റബി ആണ് ആദ്യം മങ്ങിലാവുടെ. പിന്നെ അയാൾ ഇസ്ലാമുക കൊണ്ട് അതേ ചൊന്നതാണ്. അത്ഭുതകരമായ സംഭവങ്ങളാണ്. അയ്മടെ കുയ്മ ഹാല ബിൻത് ഖുവൈലിദ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ പെങ്ങൾ ഹാലയുടെ മോനാണ്
അബുൽ ആസുബിൻ റബിയ, അലി ഉമാമാൻ ചൊല്ലുടെ 2 മക്കളാണ് പ്രസവിക്കപ്പെടുക. അലി ചെറുതിൽ വഫാത്തായി പോണ്ടു, പ്രായപൂർത്തിക്ക് എത്ര ടൈമുള്ള വഫാത്തായി പോണ്ടു. ഉമാമ റളിയല്ലാഹു അൻഹ അയിമടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മങ്ങിലാവുడు. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായാൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വസിയത്താണ്. അലി റളിയല്ലാഹു അൻഹുൽ പിന്നെ ആ മഹാന്റെ വസിയത്ത് പ്രകാരം മുഗീറത്ത് ഇബ്നു നൗഫൽ ഇബ്നുൽ ഹാരിത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബാണ് മങ്ങിലാവുടെ. സൈനബ് റളിയല്ലാഹു അൻഹ ഹിജ്റ 8 വഫാത്താവുടെ. പിന്നെയുള്ളത് റുഖയ്യ റളിയല്ലാഹു അൻഹയാണ്. റുഖയ്യ റളിയല്ലാഹു അൻഹ ഉലിദത് സനത 33 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെ 33ാമത്തെ വർഷത്തിലാണ് ഐമ ജനിക്കടെ. ഉത്ബത്ത് ഇബ്നു അബീ ലഹബ്, അതാണ് അബൂലഹബുടെ മോൻ ഉത്ബയുടെ അണ്ടറിലാണ് ആദ്യം ഇന്ന് തബ്ബത് യദാ അബീ ലഹബിൻ ചൊല്ല ആയത്തിറങ്ങിയപ്പ ബാപ്പ കൽപ്പിച്ചത് പ്രകാരം ആ പെണ്ണുമായി ബന്ധപ്പെടുറാട്ടി മുന്നലെ അയാൾ അവണു വിട്ടുവിരുക. അങ്ങനെ മക്കത്തിൽ പിന്നെ മങ്ങിലാവുടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാൻ ഈ ഉമ്മടയും കൊണ്ട് 2 ഹിജ്റ ഹബശത്തുകും പിന്നെ മദീനത്തുകും പോണ്ടു. അങ്ങനെ അബ്ദുല്ല റളിയല്ലാഹു അൻഹു ജനിക്കിട് 6ാമത്തെ വർഷത്തിൽ രോഗിയായി വഫാത്താവുడు. റുഖയ്യ റളിയല്ലാഹു അൻഹ മദീനത്തിലാണ് വഫാത്താവുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അപ്പ ബദറിലിന്ത് അയിമടെ ശുശ്രൂഷകവേനായിട്ട് മദീനത്തിൽ പിന്തിറ്റിന്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർക്ക് പോണുകായിട്ടില്ല. പക്ഷേ ബദരീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉസ്മാൻ റളിയല്ലാഹു അൻഹുടെയും പെടുത്തർ. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖൈറു നിസായി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തെ പെണ്ണുങ്ങളിൽ ഏറ്റവും ഖൈറായ പെണ്ണാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദരെ ഉലിദത് സനത 41 മിൻ മൗലിദിഹി, ഒരഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനത്തെ 41ാമത്തെ വർഷത്തിലാണ് ജനിക്കടെ. വസുമ്മിയത്ത് ബത്തൂലൻ, ഐമക പേര് ബത്തൂലുണ്ടാണ്. ബത്തൂലാണ്. ഫഅബ്ദുല്ലാ ഉലിദ ബിമക്ക ബഅദൽ ബിഅസ വഇബ്രാഹിം ബിൽ മദീന. ബത്തൂലാണ് റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസുമ്മിയത്ത് ബത്തൂലൻ, ബത്തൂലുൻ പേര് ഉള്ള കാരണം തൻ്റെ കാലത്തുണ്ടായ പെണ്ണുങ്ങളെ തൊട്ട് സെപ്പറേറ്റ് പെണ്ണാണ്. ദീനിലും മഹത്വത്തിലും തറവാടിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ കൽപ്പന പ്രകാരം അലി റളിയല്ലാഹു അൻഹുടെയാണ് അൻഹുകാണ് മങ്ങിലാക്കി കൊടുക്കുടെ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു 21 വർഷം 5 തിങ്കളാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ബിന്ത് 15 സന 15 വർഷാണ്. ബദർ വന്ന ഉടനെയാണ് മങ്ങിലാക്കി കൊടുക്കുടെ. 6 മക്ക ജനിക്കട മക, 3 പെൺമക്ക 3 ആൺമക്ക. ആൺമക്ക ഹസൻ ഹുസൈൻ മുഹസ്സിൻ റളിയല്ലാഹു അൻഹും അങ്ങാണ്. പെൺമക്ക സൈനബ് ഉമ്മു കുൽസൂം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ ഭാര്യ ഉമ്മു കുൽസൂം, പിന്നെ റുഖയ്യയാണ്. അപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹിജ്റ 11ാമത്തെ വർഷം റമളാൻ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 6 മാസം കഴിഞ്ഞാൽ പിന്നെ വഫാത്താവുడు. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ദഫനാക്കട്. ആ ഉമ്മയുടെ സന്താനങ്ങളാണ് ഇന്ന് ലോകത്ത് മൊത്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബങ്ങളായി അറിയപ്പെടുന്നത്. അപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖൈറു നിസായി ഹാദിഹിൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ ഏറ്റവും മഹത്വമുള്ള പെണ്ണാണ്. വസബഅത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബ് റുഖയ്യ ഫാത്തിമ യാ ഫാഹിമു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഏറ്റവും മഹത്വമുള്ള പെണ്ണാണ്. സുബ്ഹാനല്ലാഹ്, തുല്യതയില്ലാത്ത മഹദിയാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനനത്തെ 41ാമത്തെ വർഷത്തിൽ ജനിച്ചിരൻ. ചില റിപ്പോർട്ടിലു ഖുറൈശിങ്ങ കഅബ നിർമ്മാണത്തെ ടൈമുൾ 35ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അങ്ങനെയും റിപ്പോർട്ട് ചെന്ന ആൾമാരുള്ളാർ. അപ്പോൾ ഏതായാലും ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളാണ്. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, എൻ്റെ ഒരു കഷ്ണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചൊന്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളാണ്. യാ ഫാഹിമു വസബഅത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബ് റുഖയ്യ ഫാത്തിമ യാ ഫാഹിമു. ഫാഹിം ചെന്നെങ്കിൽ അത് ബൈത്ത് പൂർത്തിയാക്കിയതാണ്. ഓ മനസ്സിലാക്കട ആളെ, പെട്ടെന്ന് മനസ്സിലാക്കട ആളെ, ഇത് നീ മനസ്സിലാക്കണം ശരിക്കും. ഉമ്മു കുൽസൂമിൻ വഅബ്ദുല്ലാഹി മിൻ ഖദീജത്തൽ കുബ്റാ ബിതർതീബിൻ സുക്കിൻ. പിന്നെ ഉള്ളത് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയാണ്. അബൂലഹബിന്റെ മോൻ ഉതൈബയാണ് ആ ഉമ്മടെയും കെട്ടിരെ. തബ്ബത് യദാ അബീ ലഹബ് ചൊന്നപ്പ ബന്ധപ്പെടാട്ടി മുന്നോൽ വിട്ടുപിരിഞ്ഞിടാണ്ട. റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ ഉത്ബ അങ്ങനെ വിട്ടുപിരിഞ്ഞതുപോലെ പിന്നെ ആ മഹദിരെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ റളിയല്ലാഹു അൻഹു വഫാത്തായാൽ പിന്നെയാണ് കെട്ടറെ. അത് ഹിജ്റ 3ാമത്തെ വർഷത്തിലാണ്. അതുകൊണ്ടാണ് ദുന്നൂറൈൻ ചൊല്ല പേര്. 2 പ്രകാശത്തെ ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 പെൺമക്കളെ കെട്ടു ഭാഗ്യം കിട്ടിയെങ്കിത്ത മഹാനാണ്. ഹിജ്റ 1ാമത്തെ വർഷത്തിലാണ് ഐമ വഫാത്താവുടെ. അബ്ദുല്ലാഹ്, പിന്നൊന്ന് അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഖദീജ റളിയല്ലാഹു അൻഹയുടെ മക്കളിൽ അവസാനത്തെ മോനാണ്. ത്വയ്യിബ് ത്വാഹിറുൻ ചൊല്ലുടെ സ്ഥാനപ്പേരെല്ലാം ഇന്ന് നുബുവത്തിൽ പിന്നെയാണ് പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം ജനിക്കടെ മക്കത്തിൽ ചെറുതിലെ വഫാത്തായി പോണ്ടു. എത്ര കാലം ജീവിച്ചിരുണ്ട് കൊന്നില്ല. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഈ 6 മക്കളും ജനിക്കടെ. ഈ തർത്തീബിൻ ഇപ്പൊ ഈ ചൊന്ന തർത്തീബാണ്. അതെല്ലാം തർത്തീബ് കൊണ്ട് സുഖിന അതിൽ അറിയപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ചൊന്നത് തർത്തീബാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്ക ഖാസിം, സൈനബ്, റുഖയ്യ, ഫാത്തിമ, ഉമ്മു കുൽസൂം, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹും ഇതെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. ഈ തർത്തീബാണ് ഞങ്ങളെ ജനന തർത്തീബാണ് ഇപ്പൊ ചൊന്ന്. അതാഹു ഇബ്രാഹിമു ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 7ാമത്തെ ഒരു കിടാവ് അതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെ ബന്നിർ ഇബ്നുഹു അതാഹു ഇബ്രാഹിം ചൊല്ല കിടാവ് ബന്നിർ മിൻ സുർരിയ അടിമപ്പെണ്ണിൽ നിന്ന് അഥവാ ഫഉമ്മുഹു ആ മഹാന്റെ ഉമ്മ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയാണ്. മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയാണ്. അപ്പോ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചൊല്ല കിടാവും മാരിയ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. മാരിയത്തുൽ ഖിബ്തിയ്യ അല്ലെങ്കിൽ മാരിയത്തുൽ മിസ്രിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോനാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനിക്കടെ ഹിജ്റ 8 ദുൽഹിജ്ജത്തിലാണ്. വലിയ സന്തോഷം ഉണ്ടായിട്ട് സുബ്ഹാനല്ലാഹ്. ആ സന്തോഷം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നല് തൻ്റെ അടിമയായ അബൂ റാഫിയാണ്. അപ്പമേ അയാൾക്ക് നല്ലൊരു അടിമ കൊടുത്തിട്ടുണ്ടാണ്. ഈ സന്തോഷം കൊണ്ട് മുല കൊടുത്തത് ഉമ്മു ബർദ ബിൻതുൽ മുൻദിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹയാണ്. അയ്മക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈത്തപ്പഴത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഒരു തോട്ടം. 7ാമത്തെ നാളിൽ ജണ്ട് ആടുകൊണ്ട് അക്കീക്കത്തർത്തിത്ത് തലമുടി വെട്ടിയത് അബൂ ഹിന്ദ് ചൊല്ല ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് പേര് വെച്ചിത്ത് മുടിയുടെ തൂക്കം കൊണ്ട് വെള്ളി പാവപ്പെട്ട ആൾമാർക്ക് സദക്ക കൊടുത്തു. ആ മഹാൻ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷം ചൊന്നു തീർക്കുകയാവാത്തതാണ്. പക്ഷേ 18ാമത്തെ തിങ്കളിൽ മഹാൻ റബിഉൽ അവ്വൽ ഒരു ചൊവ്വാസ 2 വഫാത്തായി പോയിട്ടാണ്. നുബുവത്ര 10ാമത്തെ വർഷം ജന്നത്തുൽ ബഖീലാണ് ദഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണിട ഇങ്ങനെ തന്നി വന്നുകൊണ്ടിരുന്ന് വല്ലാത്ത ദുഃഖമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങയിന്ന്. ഫഉമ്മുഹു ഇബ്രാഹിം റളിയല്ലാഹു അൻഹുടെ ഉമ്മ മാരിയ ബിൻത് ശംഊൻ. മാരിയ റളിയല്ലാഹു അൻഹയാണ്. അയ്മയുടെ ഉമ്മ റോമുകാർത്തിയാണ്. അൽ ഖിബ്തിയ്യ ഖിബ്ത് മിസ്റിലെ ക്രിസ്ത്യാനിയായങ്കത്തെ ഖിബ്ത് ചേർക്കപ്പെട്ട പെണ്ണാണ് മാരിയത്തുൽ ഖിബ്തിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിസ്ർ ഇസ്കന്ദരിയത്തെ രാജാവ് മുഖൗക്കിസാണ് ഹദിയ കൊടുക്കടെ. ഹദിയ അയാൾ കുറെ കൊടുത്തിട്ടിന്ത് ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കത്തൽ ദിത്തിന്ത് കടലാസ് ഇസ്ലാമുക്ക് പറഞ്ഞു. ഹാത്തിബ് ഇബ്നു അബി ബൽതാഅത്ത് റളിയല്ലാഹു അൻഹു ഒട്ടിയാണ് കടത്തിരെ. അങ്ങനെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു മാരിയ റളിയല്ലാഹു അൻഹ ഇസ്ലാം വെളിവാക്കിയ പൈമ മുസ്ലിമൈത്ത് പിന്നെ മദീനത്തുകാണ് കടത്തി കൊടുക്കടെ. അതിലൂടെയാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനിക്കടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തറ ടൈമുൽ ഹിജ്റ 16ലാണ് വഫാത്താവുടെ ജന്നത്തുൽ ബഖീലാണ് ദഫന. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ വകയാണ് ഇപ്പൊ ചൊന്ന്. വസബ്അത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബ് റുഖിയ്യ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്ര ബിതർതീബിൻ സുകിൻ അതാഹു ഇബ്രാഹിമു മിൻ സുർരിയ ഫഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അല്ലാഹു ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നല്ല ഇൽമും തഖ്വയും തൗഫീഖും നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.